വലൈക്കും വറഹ്മത്തുള്ള. ഓരോ വെള്ളിയാഴ്ചയും ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല എന്ന് തുടങ്ങുന്ന ബൈത്ത് ചൊല്ലിയാൽ ഈമാനോടുകൂടിയല്ലാതെ മരണപ്പെടുകയില്ല എന്ന് പറയുന്നതിൻ്റെ നിജസ്ഥിതി എന്ത്? യഖൂലു الناس في كل اسبوع بعد الجمعة بياتا هل يجوز ام لا قول تلك البيوت وهي الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇത്തരത്തിൽ ഉള്ള ബൈത്തുകൾ ഓരോ വെള്ളിയാഴ്ചയും ചൊല്ലുന്നത് ഈമാനോടുകൂടി മരിക്കാൻ കാരണമാകും. ഈമാനില്ലാതെ ഒരിക്കലും മരണപ്പെടുകയില്ല ഇതുകൊണ്ട് എന്ന് പറയുന്നത് കാണാം. ഇത് സംബന്ധമായ ചോദ്യത്തിന് പണ്ഡിത അഭിപ്രായത്തിൽ നിന്നും മറുപടിയിൽ നിന്നും മനസ്സിലാവുന്നത് ഇശ്റാ ലിൽ മുസ്ലിം الدعاء والتضرع إلى الله عز وجل في كل وقت وفي جميع أحيانه. قال الله تعالى وقال ربكم ادعوني أستجب لكم وإذا سألك عبادي عني فإني قريب أجيب دعوة الداء إذا دعان. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനം, സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനമെല്ലാം അള്ളാഹുവിനോട് ഏത് സമയവും ഒരടിമക്ക് ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും പ്രാർത്ഥിക്കാവുന്നതാണ്, താണുകേണ് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു ബൈത്ത് ചൊല്ലിയാൽ ഈമാനോടുകൂടിയല്ലാതെ മരണപ്പെടുകയില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. വഫിൽ ഹദീസ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആ ഹുവൽ ഇബാദ ലകിൻ ഇൻഷാദു ദാലിക അശ്ശിഅർ ബഅദൽ ജുമഅ വഇത്തിഖാദ് ദാലിക സുന്നതൻ ലൈസ ബിമശ്റൂ. ഇത്തരത്തിലുള്ള ഒരു ഷിഅർ, ഒരു കവിത ചൊല്ലിയാൽ അത് സുന്നത്താണ്, പ്രവാചക ചര്യയാണ് എന്ന് നനച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കവിത ചൊല്ലുന്നത് മതപരമാണ് എന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു വിശ്വാസമാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നബിചര്യയാണ് ഇത് പാടുന്നത് എന്ന് വിശ്വസിക്കുന്നത് അത് ബിദ്അത്ത് കൂടിയാവുമെന്ന് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ അള്ളാഹുവിനോട് നല്ല രീതിയിൽ മരണപ്പെടാനും അതുപോലെ തന്നെ അവനോട് സ്വർഗം ചോദിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും എല്ലാ പാപങ്ങളും പൊറുക്കുവാനും മരണത്തിന് മുമ്പ് തൗബയോടുകൂടി മരണപ്പെടുവാനും അള്ളാഹുവിനോട് ഏത് സന്ദർഭത്തിലും ഏത് അവസരത്തിലും ഒരു സത്യവിശ്വാസിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ ഓരോ ജുമാ ശേഷവും ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല എന്നുള്ളതായ പദ്യം എന്നുള്ളതായ കവിത 3 പ്രാവശ്യം ചൊല്ലുന്നത് ഈമാനോടുകൂടിയുള്ള മരണത്തിന് കാരണമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി കാണാൻ സാധിക്കുന്നില്ല.